സർവകാരുണ്യവാനായ അത്ഭുതവാനായ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം നാം ചിന്തിച്ചതുപോലെ വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരുന്നു. നമ്മളുടെ ആരുടെയും ചിന്തകളിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാകും എന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. എന്നാൽ അങ്ങനെയൊക്കെ കഴിഞ്ഞ ഒരു വർഷം സംഭവിച്ചു. നമ്മൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിൽ കൂടെയാണ് കടന്നുപോയത്. എന്നാൽ ദൈവം അതിന് നടുവിൽ നമ്മളെയൊക്കെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് കേൾക്കാനായിട്ട് സംഗതിയായി. നിങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങൾ വളരെ ഹൃദയസ്പർശിയായ സാക്ഷ്യങ്ങളായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ കരുണയും ഓർത്ത് ഞാനും ദൈവത്തിന് നന്ദി പറയുന്നു. അന്യോന്യം നമുക്ക് അധികമായിട്ട് ഓർക്കുകയും തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവമല്ലാതെ നമുക്ക് സഹായമായിട്ട് ആത്യന്തികമായിട്ട് മറ്റാരുമില്ല എന്ന ബോധ്യം നമുക്ക് കർത്താവ് തരുന്നുണ്ട്. അതിനായിട്ട് ഞാനും ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് വളരെ അനുഗ്രഹം ചെയ്ത ഒരു വർഷമാണ്. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് നടുവിൽ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹങ്ങൾ കർത്താവ് തന്നു. ഒരുപക്ഷെ നിങ്ങളെ എല്ലാവരെയും അധികം ദൈവത്തോട് നന്ദി പറയുവാനുള്ള കടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഇവിടെ കോവിഡിൻ്റെ കാലത്താണ് ഞങ്ങൾ വന്നത്. എന്നാൽ കോവിഡ് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ വന്ന് ഏകദേശം ഒരു വർഷത്തോളമായി നിങ്ങളോട് ഒരുമിച്ചുള്ള കൂട്ടായ്മ തുറന്നും ലഭിച്ചു എന്നുള്ളതിൽ സൂമിലൂടെ ഞങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹമായി. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ 3 കൊച്ചുമക്കൾ ഞങ്ങൾക്ക് ലഭിച്ചു. ജോനതന്, ബെഞ്ചമിന്, പിന്നെ ഗ്രേസിന്. 3 മക്കൾക്കും അതുപോലെ ഓരോ മക്കളെ കർത്താവ് നൽകി അവരെ അനുഗ്രഹിച്ചു. അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. വിശേഷാൽ ഗ്രേസ് അവൾക്ക് ആയ പ്രായവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുണയാണ് ദൈവം ഞങ്ങളോട് കാണിച്ചത് എന്നതിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അതിന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദിയുള്ളവരാണ്. കളമശ്ശേരി സഭയുടെ പ്രാർത്ഥന ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു, ഹൃദയംഗമായിട്ട് നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ടും ഞങ്ങളും കൂടുതൽ ശ്രദ്ധിക്കാം. അധികം താമസിയാതെ നാട്ടിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഈ രണ്ടാമത്തെ കോവിഡിൻ്റെ സ്ഥിതി തരംഗം അത് ഏത് നിലയിലാണ് വരുന്നത് നമുക്കറിയില്ല. പ്ലെയിൻ യാത്രയൊക്കെ ഒരു ക്രമീകൃത അവസ്ഥയിലാകുകയാണെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ വർഷം എന്നെ സംബന്ധിച്ച് ഒരു തരത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായിരുന്നു. ഏത് നാളുകളെക്കാളും അധികം ദൈവവചനം പഠിക്കാനും അതുപോലെ പ്രസംഗിക്കാനുമുള്ള അവസരമുണ്ടായി. കോവിഡിൻ്റെ ആദ്യകാലങ്ങളിൽ ഏതാണ്ട് 8 മീറ്റിങ്ങുകൾ ഒരാഴ്ചയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് ഏതാണ്ട് 4-5 മീറ്റിങ്ങുകളായിട്ട് കുറഞ്ഞു. എങ്കിലും ഒരുപാട് പ്രസംഗിക്കാനായിട്ട് ദൈവവചനം പഠിപ്പിക്കാനുള്ള അവസരമുണ്ടായി. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പ്രസംഗിച്ചതുപോലെ അതിന് തക്ക നിലയിലുള്ളതായിരിക്കുന്ന രൂപാന്തരം എൻ്റെ ജീവിതത്തിലുണ്ടായോ എന്ന ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൻ്റെ മുൻപിലുണ്ട്. ഇല്ല എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ നമ്മളുടെ പരാധീനതകളെയും പ്രശ്നങ്ങളെയും ഒക്കെ മറികടക്കുന്ന സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ നിർബന്ധിക്കുന്നു. ദൈവത്തെ അനുസരിപ്പാനും കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുവാനും നമ്മളെ ബലപ്പെടുത്തുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് ഹൃദയംഗമായിട്ട് നന്ദി പറയുന്നു. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓർത്തതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹം
അടുത്ത വർഷം ഇതിനേക്കാളും മെച്ചമായിരിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്, അതിനുള്ള ആവശ്യമുണ്ട് എന്ന ബോധ്യമാണ്. ഇന്ന് ആയിരിക്കുന്ന നിലയിലേക്കാളും മെച്ചമായ ഒരു നില എല്ലാ നിലകളിലും സ്വർഗത്തിലെ ദൈവം ഈ പുതിയ വർഷത്തിൽ വരുത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ CH സ്പർജൻ എന്ന ദൈവ മനുഷ്യൻ പറഞ്ഞ ഒരു പ്രസ്താവന വായിച്ചു. അതെൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ പുതിയ വർഷത്തിൽ കഴിഞ്ഞ ഏത് കാലത്തേക്കാളും അധികം കർത്താവായ യേശു ക്രിസ്തുവിനോട് അടുത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് സംഗതി വരട്ടെ എന്ന ഒരു പുതുവർഷ ആശംസ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ വായിച്ചത്. അതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. ഈ പുതിയ വർഷത്തിലെ കഴിഞ്ഞ ഏത് നാളുകളെക്കാളും അധികം കർത്താവിനോട് അടുത്ത് ജീവിക്കുന്ന അനുഗ്രഹീതമായ ഒരു ജീവിതം സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമുക്കത് ആവശ്യമാണ്, അത് നമ്മളുടെ അനുഗ്രഹമാണ്, അത് നമ്മളുടെ പ്രതീക്ഷയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ പുതിയ വർഷത്തിലെ കർത്താവിനോട് പ്രാർത്ഥിക്കാം, അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധ്യമാക്കി തരുന്ന വലിയവനായ ദൈവം അത് സാധിപ്പിച്ചു തരും എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഒരുപാട് സമയം ഞാൻ പ്രസംഗിക്കുന്നില്ല. നമുക്ക് 12 മണിയോടുകൂടെ പ്രാർത്ഥിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്ന് ഞാൻ ആശിക്കുന്നു. ഈ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. പൗലോസ് നമ്മളോട് പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. പൗലോസ് ഇത് തൻ്റെ ലേഖനത്തിൻ്റെ ഒരു സമാപനമായിട്ടാണ് ഈ പാരഗ്രാഫ് എഫേസ്യയിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് എഴുതുന്നത്. അത് തൻ്റെ ലേഖനത്തിൻ്റെ സമാപനം എന്ന നിലയിലുള്ളതുപോലെ ഈ വർഷത്തിൻ്റെ സമാപനം എന്ന നിലയിൽ ഞാൻ ആ വാക്കുകളെ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. സകലത്തിൻ്റെയും അവസാനത്തിൽ നമുക്ക് പറയാനുള്ളത്, നമുക്ക് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ കഴിയും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ പുതിയ വർഷത്തിൽ സ്വർഗത്തിലെ ദൈവം കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ നമ്മളെ എല്ലാവരെയും പ്രാപ്തിപ്പെടുത്തട്ടെ എന്നാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. താൻ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം കർത്താവിൽ നമ്മൾ ശക്തിപ്പെടണം എന്ന കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. 2 മേഖലകളിൽ 2 മുഖാന്തരങ്ങൾ വഴി ശക്തിപ്പെടുന്നതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. കർത്താവിൽ ശക്തിപ്പെടുക എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള വളർച്ച. അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഭാഗം പഠിക്കുന്ന ദൈവമക്കളൊക്കെ അങ്ങനെ അതിനെക്കുറിച്ച് യോജിക്കുന്നുണ്ട്. കർത്താവിൽ ഉള്ളതായിരിക്കുന്ന ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവായ യേശു ക്രിസ്തുവിനോട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ബന്ധമാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ കർത്താവാണ്, അവൻ നമ്മളുടെ കൂട്ടാളിയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളുടെ ശ്വാസത്തെക്കാളും അടുത്ത് നമ്മളോട് കൂടെ ഇരിക്കുന്ന നമ്മളുടെ നല്ല സ്നേഹിതനാണ്. അപ്പോൾ ഈ കർത്താവിനെ അധികമായിട്ട് അറിയുക, ഈ കർത്താവിനെ അധികമായിട്ട് സ്നേഹിക്കുക, തൻ്റെ സാന്നിധ്യം അനുഭവിക്കുക, കർത്താവിനോടുള്ള ബന്ധത്തിൽ വളരുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അനേക പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും നേരിടുന്ന ദൈവമക്കളോട് പൗലോസിന് പറയാനുള്ളത്, സഹോദരന്മാരെ, അതിനൊക്കെ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്.
അതുകൊണ്ട് നാം കർത്താവിൽ ശക്തിപ്പെടണം. കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കർത്താവിനോട് അടുത്ത് വരണം. കർത്താവ് വേറൊരിടത്ത് നമ്മളോട് പറയുന്ന പോലെ, യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പോലെ, നിങ്ങൾ എന്നോട് അടുത്ത് വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരാം എന്ന് പറഞ്ഞ കർത്താവ് നമ്മളുടെ പരാധീനതകളെയും ബലഹീനതകളെയും ഒക്കെ പരിഹരിച്ച് നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് ആയിരിക്കുന്നതിനേക്കാളും മെച്ചമായ വേറെ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ വർഷത്തിൽ നമ്മളുടെ ശക്തി നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുവാൻ, കർത്താവിൻ്റെ കർത്താവിനെ സ്നേഹിച്ച മറിയ, ലാസറിൻ്റെ സഹോദരിയായ മറിയ ചെയ്തതുപോലെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ വായിൽ നിന്ന് തന്നെ സ്വീകരിച്ച് അവൻ്റെ പാദപീഠത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിനോട് ചേർന്നിരിക്കുവാനായിട്ട് ഈ പുതിയ വർഷത്തിൽ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നതാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന. നമ്മളുടെ ധൈര്യം, നമ്മളുടെ ബലം, നമ്മുടെ ശക്തി നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ ഒരു പ്രിയ സഹോദരൻ സാജൻ വായിച്ചതുപോലെ, ദൈവം നമ്മളെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിനെ വെള്ളം ഇരച്ച് കലങ്ങിയാലും നമ്മൾ ഭയപ്പെടുകയില്ല എന്ന് പറയുന്ന പ്രസ്താവന പോലെ, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ബലമുള്ള ഗോപുരമാണ്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ ധൈര്യമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് കർത്താവിൽ ധൈര്യപ്പെടുന്ന, കർത്താവുമായുള്ള ബന്ധത്തെ ആസ്വദിക്കുന്ന, കർത്താവുമായുള്ള ബന്ധം ഏറ്റവും അടുപ്പമുള്ളതായിത്തീരുന്ന, ഏത് കാലത്തെക്കാളും അധികം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, ചേർന്ന് നടക്കുന്ന, ചേർന്ന് ജീവിക്കുന്ന ആ ഒരു അനുഭവം ഈ പുതിയ വർഷത്തിൽ കർത്താവ് നമുക്ക് അധികമായിട്ട് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ തൻ്റെ ധൈര്യത്തിൻ്റെ ഉറവിടമായിട്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത് കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക എന്ന പ്രസ്താവനയാണ്. കർത്താവിൻ്റെ അമിത ബലം എന്ന് പൗലോസ് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തുറന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കർത്താവിനോടുള്ള ബന്ധമാണ് നമ്മളുടെ ആദ്യത്തെ ശക്തിയുടെ ഉറവിടമെങ്കിൽ, കർത്താവ് നൽകുന്ന, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ദൈവികമായ ക്രമീകരണങ്ങളാണ് രണ്ടാമത്തെ അനുഗ്രഹമായിട്ട് കർത്താവ് അപ്പോസ്തലനായ പൗലോസിലൂടെ നമ്മളോട് പറയുന്നത്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. ഈ കർത്താവിൻ്റെ ബലത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. അമിത ബലം എന്ന് പറഞ്ഞാൽ യാതൊരു പരിധികളുമില്ലാത്ത, ഒരു പ്രതിസന്ധിയുടെ മുൻപിലും തോറ്റുപോകാത്ത, ഏത് പ്രയാസങ്ങളെയും നേരിടുവാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത്, അത്രമാത്രം ആഴമുള്ള ബലമാണ് കർത്താവ് നമുക്ക് തരുന്നതായിരിക്കുന്ന ബലം. അപ്പൊ അവിടെയാണ് നമ്മളുടെ ശക്തി നമ്മൾ കണ്ടെത്തേണ്ടത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ അമിത ബലത്തിന് അല്ലെങ്കിൽ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് താൻ വിശദീകരിക്കുന്നത് സർവായുധവർഗം എന്ന ആ ഒരു നിലയിലാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ സർവായുധവർഗം, അത് നൽകുന്നതായിരിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് ദൈവം നൽകുന്ന അമിത ബലം എന്ന് താൻ പ്രധാനമായിട്ട് നമ്മളോട് പറയുന്നത്. കാരണം ആ സന്ദർഭം അനുസരിച്ച് താന് ആ കാര്യങ്ങളാണല്ലോ നമ്മളോട് വിശദീകരിക്കുന്നത്. അവിടെ അതിനെക്കുറിച്ച് ഞാൻ അല്പമായിട്ട് ചില നിമിഷങ്ങൾ നിങ്ങളോട് പിന്നീട് പറയാം. അവിടെ സ്വർഗത്തിലെ ദൈവം ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും നേരിടുവാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങൾ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ നേരിടുവാനായിട്ട്, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന കാര്യമാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. അതിനോട് ചേർത്ത് ഒന്നാമത് താൻ പറഞ്ഞ കാര്യം നമ്മൾ കർത്താവിൽ ശക്തിപ്പെടണം എന്ന കാര്യമാണ് എങ്കിൽ, രണ്ടാമത് ശക്തിപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ രണ്ട് കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറഞ്ഞു. 11-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത്, രണ്ടാമത് പറയുന്നത് എന്ന നിലയിൽ ഞാൻ പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരു വലിയ പോരാട്ടമുണ്ട് എന്ന കാര്യം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധമാണ്. ദിനം തോറും നിമിഷം തോറും നമ്മൾ
കൈകാര്യം ചെയ്യേണ്ടുന്ന, അനുഭവിക്കേണ്ട, നമ്മൾ നേരിടേണ്ടതായ നിരന്തരമായ ഒരു യുദ്ധമാണ് ക്രിസ്തീയ ജീവിതം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. പിശാച് നമുക്ക് നേരെ പോരാട്ടം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പരാജയപ്പെടുത്താനുള്ള ഏക ലക്ഷ്യത്തോടുകൂടെ പിശാച് നമുക്കെതിരെ പോരാട്ടം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. 3 ശത്രുക്കളെ കുറിച്ച് പ്രധാനമായും പറയാറുണ്ട്. ഒന്നാമത് പിശാച്, പിന്നീട് നമ്മളുടെ ജഡം, മൂന്നാമത് ലോകം. അങ്ങനെ 3 പ്രധാന ശത്രുക്കള് നമ്മളെ എതിർക്കുന്ന ഒരു യുദ്ധഭൂമിയിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ യുദ്ധത്തില് ജയിക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന ശക്തി, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അമിത ബലം നമുക്ക് അനിവാര്യമാണ്. സ്വന്തമായിരിക്കുന്ന ബലത്തിലും സ്വന്തമായ ശക്തിയിലും നമുക്ക് ഈ യുദ്ധം ജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സർവായുധവർഗം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. സർവായുധവർഗത്തെ കുറിച്ച് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജീവിതത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ കഴിയുന്നത്. അതിനനുയോജ്യമായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ ക്രമീകരണങ്ങളെ കുറിച്ചാണ് ഈ സർവായുധവർഗം എന്നതിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു. നമുക്ക് പറയാൻ ആവശ്യമായിരിക്കുന്ന ഒരു പ്രസ്താവന, ക്രിസ്തീയ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ഉള്ളതായിരിക്കുന്ന വിജയം നമുക്ക് മതിയാവുകയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ എല്ലാ മേഖലകളിലുള്ള വിജയമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ ഡൈസെക്ട് ചെയ്ത് അതിനെ വിഭജിച്ച് ആത്മീകം എന്ന് പറയുന്ന ഒരു മേഖലയായിട്ട് നമ്മൾ അതിനെ ചില മേഖലകളെ മാറ്റി വെച്ചതിന് ശേഷം മറ്റു മേഖലകളെ നമ്മൾ ഭൗതികം എന്ന നിലയിലേക്ക് മാറ്റിവെച്ച് ആ നിലയിൽ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കില്ല. അപ്പോഴ് ദൈവത്തിന്റെ ആത്മാവ്, കർത്താവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ നമ്മളോട് പറയുന്നത്, സകല മേഖലകളിൽ ഉള്ളതായിരിക്കുന്ന വിജയമാണ് നമുക്ക് ആവശ്യം. ഒരു മേഖലയിൽ നമ്മൾ പരാജയപ്പെടുത്തുമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പൊതുവെ പറയുമ്പോൾ ഒരു പരാജയമാണെന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ എല്ലാ മേഖലകളും, അതിനെക്കുറിച്ച് നേരത്തെയുള്ള വാക്യങ്ങളിലെ അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ബന്ധങ്ങൾ, കുടുംബജീവിതം, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധം, നമ്മുടെ ജോലി സ്ഥലത്തുള്ളതായിരിക്കുന്ന ബന്ധങ്ങൾ, ഇവയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് താൻ ഈ വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഒരുക്കിയ ഈ ക്രമീകരണങ്ങൾ നമ്മൾ സ്വീകരിക്കുക. സർവായുധവർഗമാണ്. ഇറ്റ് ഈസ് പെർട്ടൈനിങ് ടു ഓൾ ദി ഏരിയാസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന, അതിൽ വിജയം നേടുവാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ക്രമീകരണങ്ങളെയാണ് ഈ സർവായുധവർഗം എന്ന് പറയുന്നത്. ശിരസ്ത്രം, പിന്നീട് നടുക്കെട്ട്, പിന്നെ കാലിടാനായിട്ടുള്ള ചെരുപ്പ്, നെഞ്ച് സംരക്ഷിക്കാനുള്ളതായിരിക്കുന്ന കവചം, തലയിലുള്ളതായിരിക്കുന്ന ഹെൽമെറ്റ്, കയ്യിലുള്ളതായിരിക്കുന്ന വാള്, പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്ന ക്രമീകരണം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ചില കാര്യങ്ങളെ മാത്രം നമുക്ക് സ്വീകരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വിജയകരമാക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ സർവായുധവർഗത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ അമിതമായിരിക്കുന്ന ശക്തി നമ്മിലേക്ക് പ്രവഹിക്കുന്നത് ചില പ്രത്യേക അനുഭവങ്ങൾ കൂടെ മാത്രമല്ല കേട്ടോ. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാ. അപ്പൊ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത് ചില പ്രത്യേക അനുഭവങ്ങൾ, അതിൽ കൂടെ ലഭിക്കുന്നതായിരിക്കുന്ന ശക്തി എന്നാണ് അവർ പൊതുവെ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുമ്പോൾ അല്ലല്ല, പ്രായോഗിക ജീവിതത്തിൽ ദൈവം നൽകുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവം പ്രായോഗിക ജീവിതത്തെ ദൈവഹിത പ്രകാരം ക്രമീകരിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ ക്രമീകരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സത്യം സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത, നീതിയോടുകൂടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത, സുവിശേഷം പറയേണ്ടതിന്റെ ആവശ്യകത, പിന്നീട് വിശ്വാസത്തില് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത. അങ്ങനെ വിവിധമായിരിക്കുന്ന മേഖലകളില് അതിനെ നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കാനായിട്ട് ദൈവം ഒരുക്കിയ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗിച്ചതിന് ശേഷം നിങ്ങൾ ഈ വേദഭാഗം കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ഒന്ന് വായിക്കണം. എന്നിട്ട് ദൈവം
നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെ വിജയകരമാക്കുവാനായിട്ട് ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ സ്വീകരിക്കുക. എന്നിട്ട് പൗലോസ് നമ്മോട് പറയാനുള്ള എടുത്തുകൊള്ളുക എന്നാണ്. ദൈവമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ ആ സർവായുധ വർഗം, നമ്മുടെ സർവായുധ വർഗം കൊണ്ടൊന്നും വിജയം നേടാനായിട്ട് സാധിക്കുകയില്ല. ദൈവം ഒരുക്കിയതായിരിക്കുന്ന സർവായുധ വർഗം ദൈവം ഒരുക്കിയത് കൊണ്ട് നമുക്കത് പ്രയോജനത്തിൽ വരും എന്ന് യാന്ത്രികമായിട്ട് വരികയില്ല കേട്ടോ. അത് സ്വീകരിക്കണം, ധരിക്കണം, എടുക്കണം എന്നുള്ള കൽപ്പനയാണ് അപ്പസ്തലനായ പൗലോസ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവം ഒരുക്കിയതായ മാനുഷികമായ നിലയിൽ നമ്മളുടെ തീരുമാനം കൊണ്ടും ധൈര്യം കൊണ്ടും ഒന്നും നമുക്ക് ദൈവഹിത പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം ഒരുക്കിയ വ്യത്യസ്തമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ക്രമീകരണങ്ങളെ, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സത്യസന്ധമായി ജീവിക്കുവാനുള്ള ക്രമീകരണം, വിശ്വാസത്തിൽ ഉറപ്പോടുകൂടെ ശത്രുവിന്റെ എല്ലാ തീയമ്പുകളെയും കെടുത്തുവാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ പരിച, സുവിശേഷവൽക്കരണത്തിനായുള്ള ഒരുക്കമെന്ന ചെരുപ്പ്, പിന്നെ ദൈവത്തിന്റെ വചനം എന്നുള്ളതായിരിക്കുന്ന വാള്, ഇതോ എല്ലാം സ്വീകരിച്ച് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തെ വിജയകരമാക്കണം എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ വർഷത്തില് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം, അതാണ് ഇതിന്റെ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന കാര്യം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളത് അതിന് രണ്ടാം സ്ഥാനമാണുള്ളത്. ദൈവത്തോടുള്ള ബന്ധമാണ് ഒന്നാമത്തെ സ്ഥാനത്ത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധവും, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് നൽകുന്ന വ്യത്യസ്തമായിരിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മൾ സ്വീകരിച്ച് അത് പ്രായോഗികമാക്കി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, ജീവിക്കുവാൻ ഈ പുതിയ വർഷത്തില് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പുരോഗതി പ്രാപിക്കുവാനുള്ള വ്യത്യസ്തമായ മേഖലകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദൈവം അതിനുള്ള ഉത്സാഹം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്നു. നിങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങൾ എത്ര നല്ല സാക്ഷ്യങ്ങളാണ്. അത് ഹൃദയത്തെ സ്പർശിച്ച സാക്ഷ്യങ്ങളാണ്. ദൈവം, സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും നടത്തുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും എനിക്ക് ആവശ്യമാണ്, എന്നെ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ നിലയിലാണ് ദൈവം നമ്മളെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ പറഞ്ഞ നല്ല സാക്ഷ്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെ ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കുകയാണ്. നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ചില നിമിഷങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദീർഘമായി നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ ഈ പുതിയ വർഷത്തിൽ ഈ നിലയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഏറ്റവും അധികം കർത്താവിനോട് അടുത്ത് ജീവിക്കുന്ന ഒരു വർഷമായിട്ട് ഇത് തീരട്ടെ. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് ക്രമീകരിച്ച് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ക്രമീകരണങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന, ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന, പുരോഗതി പ്രാപിക്കുന്ന, മനോഹരമാക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു വർഷമായി ഈ പുതിയ വർഷം തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് എല്ലാവർക്കും ഏക ഹൃദയത്തോടു കൂടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിന്റെ ആരംഭത്തിൽ തന്നെ ഇതിന്റെ അവസാനം പൂർണ്ണമായും അറിയുന്ന കർത്താവ് നമ്മളെ പരിപാലിക്കുവാനും നടത്തുവാനും മതിയായവനാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ പുതിയ വർഷത്തെ നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് തന്നെ സ്വീകരിക്കാം. ആണ്ടുകൾക്കും മാസങ്ങൾക്കും ഒക്കെ അതീതമായിട്ട് നാൾതോറും ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ സർവ്വകാരുണ്യവാനായ ദൈവമേ, 2020 ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച് വളരെ വെല്ലുവിളികൾ ഉള്ള ഒരു വർഷമായിരുന്നു. എന്നാൽ അതിനെ പിൻപിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അവിടുന്ന് സൂക്ഷിച്ചിരിക്കുന്ന ഈ പുതിയ വർഷത്തിലേക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. സ്വർഗത്തിലെ വലിയവനായ ദൈവമേ, തൻ്റെ ജനത്തെ ചെങ്കടൽ വിഭാഗിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയ
ഞങ്ങളുടെ വലിയവനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെയിൽ നിന്ന് മടക്കി വരുത്തിയ വലിയവനായ ദൈവമേ, ഞങ്ങള് അവിടുത്തെ കൃപയിലും കാരുണ്യത്തിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തോട് ഞങ്ങൾക്ക് നൽകിയ ഈ ബന്ധവും രക്ഷയും നിത്യമായിരിക്കുന്ന ഉറപ്പും പ്രത്യാശയും അതിൽ ധൈര്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കരങ്ങൾക്ക് പിടിച്ചുകൊള്ളും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനായ ദൈവം, ഞങ്ങളോട് കരുണ ചെയ്യുന്നവനായ ദൈവം, ഞങ്ങളുടെ കരച്ചിലിൻ്റെ ശബ്ദത്തെ ഒരിക്കലും മറികടക്കാത്ത ദൈവം, ഞങ്ങൾക്ക് സങ്കേതവും തുണയുമായിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ 2020 ഞങ്ങൾക്ക് പല നിലകളിലും വെല്ലുവിളികളുള്ള ഒരു വർഷമായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് എത്ര അനുഗ്രഹങ്ങൾ അതിന് നടുവിൽ അവിടുന്ന് തന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. മാരകമായ ഈ പകർച്ചവ്യാധിയുടെ നടുവില് ഞങ്ങളിൽ ആരും കുറഞ്ഞു പോകാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ എല്ലാവരെയും പരിപാലിച്ചല്ലോ. അതിനായിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും അവിടുന്ന് കാത്തു സൂക്ഷിച്ചത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കരച്ചിലിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ആശ്വാസമായി തീർന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ പുതിയ വർഷത്തില് അവിടുത്തെ കൃപയിലും അവിടുത്തെ വചനത്തിലും അവിടുത്തെ ആത്മാവിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് പ്രവേശിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ കരങ്ങൾ കൊണ്ട് തന്നെ പിടിച്ചുകൊള്ളണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് തുണയായിരിക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. അത്യുന്നതനായ ദൈവം അവിടുത്തെ മറവിലും അവിടുത്തെ കാവലിലും ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന മനോഹരമായ അനുഭവം തന്നെ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങൾ ഒരു യുദ്ധഭൂമിയിലാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ തകർത്ത് കളയുവാൻ ആഗ്രഹിക്കുന്ന പിശാചിന്റെ നോട്ടത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന വലിയവനായ ദൈവമേ, അതിന്റെ സംരക്ഷണത്തിനായിട്ട് ഞങ്ങൾക്ക് സർവായുധവർഗം ഒരുക്കി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ വലിയവനായ കർത്താവേ, അവിടുത്തെ കൃപയിലും അവിടുത്തെ ക്രമീകരണങ്ങളിലും ആശ്രയിച്ചുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ ഏറ്റവും വിജയകരമായ രീതിയിൽ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടുവാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, അന്യോന്യം സഹായിപ്പാൻ, ഒരു കർത്താവെ സന്ദർശിക്കുവാൻ, അതിനൊക്കെയുള്ള അവസരങ്ങൾ ഈ പുതിയ വർഷത്തില് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പറഞ്ഞ അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ, അവയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് നടത്തി തരുന്ന കർത്താവ് തന്നെ ഞങ്ങൾക്ക് സഹായകനായിരിക്കുന്ന മനോഹരമായ ഒരു പുതുവർഷം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ വാഗ്ദാനങ്ങൾക്കായിട്ടും കരുതലിനായിട്ടും അവിടുത്തെ എല്ലാ സംരക്ഷണത്തിനായിട്ടും ഞങ്ങൾ നന്ദിയോടുകൂടെ അവിടുത്തേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിൽ തന്നെ. അവിടെ എല്ലാ സഹോദരങ്ങൾക്കും ഏറ്റവും ഐശ്വര്യപൂർണമായ ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവുമുള്ള മനോഹരമായ ഒരു പുതിയ വർഷം ഞങ്ങൾ ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.